24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജിവെക്കാൻ BJP നേതൃത്വത്തെ സന്നദ്ധത അറിയിച്ച് ജോർജ് കുര്യൻ. രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെയാണ് തീരുമാനം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ജോർജ് കുര്യൻ സമയം തേടിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ബൽറാം, സഭാംഗത്വത്തിന്റെ കാലാവധി പൂർത്തിയാകുന്നു. ജോർജ് കുര്യൻ ഒഴിയാൻ സന്നദ്ധത അറിയിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ രാജ്യസഭാ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം BJP ദേശീയ നേതൃത്വത്തോട് തന്റെ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. സാങ്കേതികമായി അദ്ദേഹത്തിന് പുനഃസംഘടന ഉണ്ടാകുന്നതുവരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശമുണ്ടാകുന്നതുവരെ അദ്ദേഹത്തിന് മന്ത്രി പദവിയിൽ തുടരാൻ കഴിയുന്നതാണ്. കാരണം 6 മാസത്തോളം അത്തരത്തിൽ സമയം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിൽ പോലും രാജ്യസഭയിലെ അംഗത്വ കാലാവധി പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ താൻ പദവി ഒഴിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് BJP നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നിർദ്ദേശത്തിനായി കാത്തു നിൽക്കാനാണ് BJP നേതൃത്വം അദ്ദേഹത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും അദ്ദേഹം സമയം തേടിയിട്ടുണ്ട്. സാങ്കേതികമായി മന്ത്രിസഭയിലെ അംഗം അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധത അറിയിക്കേണ്ടത് പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇന്നോ നാളെയോ ആയി തന്നെ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും അതിനുശേഷം നേതൃത്വം ഏൽപ്പിക്കുന്ന ചുമതല ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. സംഘടനാ ചുമതലയിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോകും എന്ന തരത്തിലുള്ള സൂചനകളാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ അത് ദേശീയ തലത്തിലാണോ സംസ്ഥാന തലത്തിലാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ജോർജ് കുര്യൻ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് BJP നേതൃത്വവും പ്രധാനമന്ത്രിയുമാണ്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.